إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അതിൻ്റെ മഹോന്നതമായ സവിശേഷതകളിൽപ്പെട്ടതാണ് പരസ്പരമുള്ള ബന്ധങ്ങൾക്ക് വലിയ വില അതിൽ കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ കടമകളും ഉത്തരവാദിത്തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരം പരസ്പരമുള്ള കടമകളിൽ സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി, ഏറെ ജാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിക്കാൻ കാരണമാക്കിയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടതായ ഹക്കുകൾ, ബാധ്യതകൾ നമ്മൾ കൃത്യമായി നിറവേറ്റുക എന്നുള്ളത്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബന്ധമായി, ഏറ്റവും വലിയ കടപ്പാടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ എണ്ണിയിട്ടുള്ളത് കാണാൻ സാധിക്കും. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യർക്കുള്ള ഹക്കിനോടൊപ്പം തന്നെയാണ് മനുഷ്യർക്ക് അവരുടെ മാതാപിതാക്കളോടുള്ള ഹക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു, വഖളാ റബ്ബുക്, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിധിച്ചിരിക്കുകയാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇബാദത്തുകൾ അഖിലവും റബ്ബിനായിരിക്കണം. ആ റബ്ബിനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയായ തൗഹീദ് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല സുഹൃതത്തിൽ ഇഹ്സാനോടുകൂടി പെരുമാറേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹക്കിനോടൊപ്പം മാതാപിതാക്കളോടുള്ള ഹക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തുമാത്രം പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, നബി അവരോട് പറയുക, നിങ്ങൾ വരൂ, ഞാൻ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓതിത്തരാം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് ഷിർക്കാണ് പറയുന്നത്. അല്ലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. കാരണം അങ്ങനെ പങ്കു ചേർക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിഷിദ്ധമായ, ഏറ്റവും കടുത്ത നിഷിദ്ധമാണ്. അതിനോട് ഒരുമിച്ച് പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം. അഥവാ മാതാപിതാക്കളോട് ധിക്കാരത്തോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ നിഷിദ്ധമായി എണ്ണി പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഉമ്മത്തിന് ഓതിക്കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സഹോദരങ്ങളെ, അതുതന്നെ മാതാപിതാക്കളോട് എത്ര വലിയ ബാധ്യത നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഏറ്റവും മുന്തിയ സൽക്കർമ്മങ്ങൾ ഏതാണെന്ന് പരിഗണിക്കാറുണ്ട്. മഹാന്മാരായ സഹാബത്ത് അവിടുന്ന് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു,
മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഫ്ളൽ. ഞങ്ങൾ ഒരിക്കൽ അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണെന്ന്. അവിടുന്ന് പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കണം, തോന്നിയതുപോലെ വൈകിപ്പിച്ചിട്ടല്ല, അതിന്റെ സമയത്ത് നിസ്കരിക്കണം. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു അമലാണത്. സഹാബത്ത് കൂടുതൽ കൂടുതൽ സൽക്കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെയും ചോദിച്ചു, സുമ്മായി, പിന്നീട് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത് സുമ്മ ബിർറുൽ വാലിദൈൻ, നിങ്ങൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, സക്കാത്തിനേക്കാൾ, നോമ്പിനേക്കാൾ, ഹജ്ജിനേക്കാളൊക്കെ മുന്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹക്കായിട്ട്, അടിമകളോടുള്ള ഹക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തുമ്മ ബിർറുൽ വാലിദൈൻ എന്നാണ്, മാതാപിതാക്കളോടുള്ള നന്മയാണ് എന്നാണ് പറഞ്ഞത്. സഹാബി വീണ്ടും ചോദിച്ചു, ഖുൽതു സുമ്മായി, പിന്നീട് ഏതാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ യുദ്ധം ചെയ്യലാണ്, ജിഹാദ് ചെയ്യലാണ് എന്ന് പറയുകയാണ്. ഇവിടെ മാതാപിതാക്കളോടുള്ള ഹക്ക്, അവരോട് പുണ്യം ചെയ്യുക എന്നുള്ള കാര്യം ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും വലിയ ഇബാദത്തിൽപ്പെട്ട ഒന്നായ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വശരീരം തന്നെ ത്യജിക്കാൻ തയ്യാറാകുന്ന മഹത്തരമായ ഇബാദത്തായ ജിഹാദിനേക്കാൾ മുന്തിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഉബായിഉക അലൽ ഹിജ്റതി വൽ ജിഹാദ് അബ്തഗിൽ അജ്റ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ, ഞാനിതാ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യുകയാണ്, താങ്കളുടെ അടുക്കലേക്ക് ഹിജ്റ ചെയ്യാനും താങ്കളോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും എന്ന് പറഞ്ഞ് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിച്ചു, ഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, നിന്റെ മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ജീവനോടെയുണ്ടോ, ഹയാത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നഅം ബൽ കിലാഹുമ, ഉണ്ട്, രണ്ടുപേരും ജീവനോടെ തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ആ വ്യക്തിയോട് ചോദിച്ചു, തബ്തഗിൽ അജ്റ മിനല്ലാഹ്, നീ അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് വന്നവനാണോ? അയാൾ പറഞ്ഞു, നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ എന്ന് പറഞ്ഞ വ്യക്തിയോട്, ഫർജി ഇലാ വാലിദൈക് ഫഅഹ്സിൻ സുഹ്ബതഹുമാ, എങ്കിൽ നീ നിന്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ചെന്നോളൂ, അവരുടെ ഏറ്റവും നല്ല സുഹൃതത്തിൽ നീ ചിലവഴിച്ചോളൂ, അത് നിനക്ക് ഏറ്റവും വലിയ ഖൈറാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഹിജ്റ ചെയ്യാൻ വന്ന, അതുപോലെ തന്നെ യുദ്ധം ചെയ്യാൻ വന്ന ഒരു വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്ത് പറഞ്ഞു കൊടുക്കുന്നു. സ്വന്തം മാതാപിതാക്കളോടൊപ്പം ചെലവഴിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നന്മകൾ ചെയ്തുകൊണ്ട് ചിലവഴിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണല്ലോ ജീവിതത്തിൽ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിക്കാൻ ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് നമ്മൾ മാതാപിതാക്കളുടെ തൃപ്തി ആദ്യം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടല്ലോ, റിള റബ്ബി ഫീ റിളൽ വാലിദ്, റബ്ബിന്റെ റിള, റബ്ബിന്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിൽപ്പെട്ടതാണ്. വസഹത്തു റബ്ബി ഫീ സഹത്തിൽ വാലിദ്, മാതാപിതാക്കളുടെ കോപത്തിൽ റബ്ബിന്റെ കോപവുമുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് തൃപ്തിയില്ലാത്ത, അവർക്ക് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം അത് നമ്മുടെ റബ്ബിന്റെ തൃപ്തി ഇല്ലാതാക്കി തീർക്കുന്നതാണ്, റബ്ബിന്റെ കോപം നമ്മളിൽ വരുത്തി വെക്കുന്നതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ചില മാതാപിതാക്കൾ, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, നമ്മുടെ മക്കൾ തന്നെ നന്മയിലേക്ക് വരുന്ന സമയത്ത്, മക്കൾ നല്ല രീതിയിലേക്ക് വരുന്ന സമയത്ത് അവരോട് വെറുപ്പ് കാണിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. അങ്ങനെ മാതാപിതാക്കൾ മക്കൾ അള്ളാഹുവിനെ അനുസരിക്കുന്നത് കാണുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്യുന്ന കാണുമ്പോൾ അവരോട് വെറുത്തിട്ട് ആ വെറുപ്പിൽ കാര്യമില്ല, അത് മക്കൾ പരിഗണിക്കേണ്ടതുമില്ല. കാരണം അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ തൃപ്തിയിൽ നമുക്ക് യാതൊരു കാര്യവുമില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ വെറുക്കുകയാണെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല. അത് യഥാർത്ഥത്തിൽ ആ മാതാപിതാക്കൾക്കാണ് വിനയാകുന്നത്, അതിൽ മക്കൾ അനുസരിക്കേണ്ടതില്ല എന്നാണ്. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന ഒരു കാര്യത്തിലും മാതാപിതാക്കൾ നല്ലൊരു മഖ്ലൂഖിനെയും നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഖാലിഖായ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും, ഒരു പടപ്പിനെയും നീ എന്ത് ചെയ്യേണ്ടതില്ല, നീ അനുസരിക്കേണ്ടതില്ല. അള്ളാഹുവിനെ ധിക്കാരം കാണിച്ചുകൊണ്ട് ഒരാളെ നീ തൃപ്തിപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അവർക്ക് വെറുപ്പുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷേ
അവർ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യം നമ്മോട് കൽപ്പിക്കുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതില്ല. എന്നാൽ അവിടെയും സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ മാതാപിതാക്കൾ റബ്ബിനെ ധിക്കരിക്കാൻ പറയുന്ന വേളയിൽ പോലും, റബ്ബിന് വെറുപ്പുണ്ടാകുന്ന, റബ്ബിന്റെ തൃപ്തിയിൽ നിന്ന് നമ്മളെ ബഹുദൂരം അകറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുന്ന വേളയിൽ പോലും നമ്മൾ വളരെ മാന്യമായിട്ട് മാതാപിതാക്കളോട് പെരുമാറാവൂ. അവർക്ക് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളായ മാതാപിതാക്കൾ, ശിർക്ക് ചെയ്യുന്ന മാതാപിതാക്കൾ, മുവഹിദീങ്ങളായ മുസ്ലിമീങ്ങളായ മക്കളോട് ശിർക്ക് ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കോപമുള്ള പാപമായ ശിർക്ക് ചെയ്യാൻ വേണ്ടി അവർ നിന്നെ നിർബന്ധിച്ചാൽ പോലും അവരോട് മാന്യമായി പെരുമാറാനാണ് പറയുന്നത്. അല്ലാഹു തആല പറയുന്നു, വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് യാതൊരു അറിവുമില്ലാത്ത അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്ന കാര്യമെങ്ങാനും നിന്റെ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിക്കുകയാണ് എങ്കിൽ എന്തു ചെയ്യണം? ഫല തുതിഉഹുമ, ഒന്നാമതായി നീ അത് അനുസരിക്കാൻ പാടില്ല. കാരണം റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കാൻ അത് പാടില്ല. എന്നാൽ വസാഹിബുഹുമാ ഫിദ് ദുനിയ മഅറൂഫ, ദുനിയാവിൽ വളരെ മാന്യമായിട്ട് ആ മുശ്രിക്കുകളായ അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറഞ്ഞ മാതാപിതാക്കളെ നീ അവരോട് പെരുമാറണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരു ബഹുദൈവാരാധകനായ, അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു മാതാവിനെ, ഒരു പിതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പെരുമാറാൻ പറഞ്ഞിട്ടുള്ള ഇത്ര മാന്യമായിട്ടാണെങ്കിൽ ചിന്തിച്ചു നോക്കുക. തൗഹീദുള്ള, അള്ളാഹുവിന്റെ ദീനിനോട് അടുപ്പമുള്ള, നിസ്കരിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, സൽക്കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ സഹോദരങ്ങളെ, എന്തുമാത്രം, എത്ര വലിയ ഹക്ക്, എത്ര വലിയ ബാധ്യത നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ബാധ്യത അവരുടെ മേൽ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അവരുടെ ഉമ്മ ആദ്യം ഹുദൈബിയ കാലഘട്ടത്തിൽ, ഹുദൈബിയ സന്ധിയൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ അവർ മുശ്രിക്കത്തായിരുന്നു. അവർ അസ്മാ ബിൻത് അബീ ബക്കറിന്റെ കൂടാരത്തിലേക്ക് വന്നുകൊണ്ട് അവരിൽ നിന്ന് വല്ല നന്മയും എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളും മറ്റുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ബന്ധം ചേർക്കലിന് വേണ്ടി എവിടെ വരികയാണ്? അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരികയാണ്. മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും ശക്തമായ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള അങ്ങനെ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ ആ സമയത്ത് മുസ്ലിമായ തന്റെ മകൾ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നു. ഇത് അറിഞ്ഞപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി ഖദിമത് അലയ്യ വഹിയ റാഗിബ അഫാസിലഹ, അല്ലാഹുവിന്റെ റസൂലെ, ചില നന്മകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ ഉമ്മ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്, ഞാൻ അവരോട് ഇപ്പോൾ ബന്ധം ചേർക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം മുശ്രിക്കുകൾ വളരെയധികം മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, നഅം സുലീഹ, അത് നീ അവരോട് ബന്ധം ചേർത്തുകൊള്ളൂ, അവർക്ക് വേണ്ട നന്മകളൊക്കെ ചെയ്തു കൊടുത്തുകൊള്ളൂ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കളുടെ കടമകൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവന്റെ മഹാന്മാരായ പ്രവാചകന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ എടുത്തു പറയാറുണ്ട്. അത് നമ്മൾ അനുധാവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരം സ്വഭാവ ഗുണങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ് അവർ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നവരായിരുന്നു എന്നുള്ളത്. മഹാനായ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വബർറം ബിവാലിദൈഹി വലം യകു ജബ്ബാറൻ അസിയ, അദ്ദേഹം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനായിരുന്നു യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം. വലം യകുൻ ജബ്ബാറൻ, അവരോട് അഹങ്കാരം കാണിക്കുന്ന, കിബ്ർ കാണിക്കുന്നവനായിരുന്നില്ല. അസിയ, അതുപോലെ അവരെ ധിക്കരിക്കുന്നവരുമായിരുന്നില്ല എന്നൊരു പ്രവാചകന്റെ ഉന്നതമായ സ്വഭാവ വിശേഷ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമ്മളത് അനുധാവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച സംഭവം നമുക്കറിയാം, ഖുർആൻ അത് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ബറക്കത്തുള്ളവനാക്കി എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, വബർറം ബിവാലിദതി, എന്നെ എന്റെ ഉമ്മക്ക് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പുണ്യം ചെയ്യുന്ന, അനുസരിക്കുന്ന ഒരുവനായിട്ടാണ് അള്ളാഹു എന്നെ ആക്കിയിട്ടുള്ളത്. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, പരുഷമായി പെരുമാറുന്ന നിഷ്ഠൂരനും അതുപോലെ തന്നെ ഭാഗ്യം കെട്ടവനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ആക്കിയിട്ടില്ല എന്ന് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറേണ്ടത് മാതാപിതാക്കളോട് തന്നെയാണ് എന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബത്തി, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ജനങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു പെരുമാറ്റം ആർക്കാണ് കാഴ്ചവെക്കേണ്ടത്, ആരോടാണ് കാണിക്കേണ്ടത് എന്ന് ചോദിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമ്മുക്, നിന്റെ ഉമ്മയോടാണ് എന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു സുമ്മമാൻ, പിന്നീട് ഞാൻ ആരോട് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ് സുമ്മ ഉമ്മുക്, പിന്നെയും നിന്റെ ഉമ്മയോട് തന്നെയാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു സുമ്മമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഉത്തരം സുമ്മ ഉമ്മുക്, പിന്നെ നിന്റെ ഉമ്മ തന്നെയാണ്. ഉമ്മയോട് 3 പ്രാവശ്യം നിനക്ക് ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞത്? ഒരാളോട് തന്നെയാണ് ബാധ്യത, അത്രയും കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. പിന്നീട് ചോദിച്ചപ്പോൾ, 4ാമത് ചോദിച്ചപ്പോൾ പറയുന്നു സുമ്മ അബൂക്ക്, നീ നിന്റെ ഉപ്പയോട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കളോട് അങ്ങേയറ്റത്തെ ബാധ്യതകൾ, അങ്ങേയറ്റത്തെ കടപ്പാടുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആരോടാണ് പറഞ്ഞിട്ടുള്ളത്? ഉമ്മയോടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുർആനിൽ അല്ലാഹു തആല വിശദീകരിച്ചല്ലോ, വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മനുഷ്യർക്ക് അവന്റെ ഉമ്മയോടൊക്കെ കൃത്യമായ ബാധ്യതയുണ്ട്, കൃത്യമായ കടപ്പാടുണ്ടെന്ന് നാം ഇതാ വസിയത്ത് ചെയ്യുകയാണ്. ഹമലത്ഹു ഉമ്മുഹു കുർഹ, അവന്റെ ഉമ്മ അവന് ഗർഭം ധരിച്ച സമയത്ത് വലിയ പ്രയാസം അവർ അനുഭവിച്ചിട്ടുണ്ട്. വവദഅത്ഹു കുർഹ, പ്രസവിക്കുന്ന സമയത്തും വലിയ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. വഹംലുഹു വഫിസാലുഹു 30 ശഹറ, അങ്ങനെ മുലയൂട്ടലും അവരുടെ ഗർഭം ചുമക്കലൊക്കെ ഉൾപ്പെടെ 30 മാസമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത് സഹോദരങ്ങളെ 2 വർഷത്തെ 24 മാസവും പിന്നീട് പ്രസവിക്കാൻ ഏറ്റവും കുറഞ്ഞ മാസമായ 6 മാസവും കൂട്ടിയിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ മാതാപിതാക്കളോട് എന്തുകൊണ്ട് നിനക്ക് ഹക്കുണ്ടായി എന്നതിന്റെ ഒരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നിന്റെ ഉമ്മ നിന്നെ എത്ര പ്രയാസം കൊണ്ടാണ്, എത്ര ബുദ്ധിമുട്ടിക്കാണ് നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതിയായി ഭൂമിയിലേക്ക് അവൾ പ്രസവിച്ചത് എന്നുള്ള കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മളൊക്കെ വീഴ്ചകൾ ഉണ്ടോ, കുറവുകൾ വരുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്? മറ്റുള്ളവരോടൊക്കെ പെരുമാറുന്നത് പോലെ തന്നെയാണോ? അതല്ല പ്രത്യേകം ശ്രദ്ധ വാക്കുകളിൽ നമ്മൾ പുലർത്താറുണ്ടോ? അവരോട് പെരുമാറുന്ന സമയത്ത് പ്രത്യേകമായ ഒരു പരിഗണന നമ്മൾ നൽകാറുണ്ടോ എന്നതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള കടമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പ്രധാനപ്പെട്ട 5 കടമകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 5 കടമകൾ നമ്മൾ കൃത്യമായി നിറവേറ്റുകയാണെങ്കിൽ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ സ്വർഗപ്രവേശനം എളുപ്പമാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് ലഭിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അല്ലാഹു ഇതാ നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് അവനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ എന്നാണ്. ഉടനെ പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാനോടുകൂടി നിങ്ങൾ വർത്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കടമ സഹോദരങ്ങളെ അതാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ബദ്ലുൽ മഅറൂഫ് എന്ന് പറയും. മാതാപിതാക്കൾക്ക് ദുനിയാവിൽ എന്തെല്ലാം നന്മകളുണ്ടോ, അത് നിന്റെ നാവ് കൊണ്ടുള്ളതാകട്ടെ, നിന്റെ പ്രവൃത്തി കൊണ്ടുള്ളതാകട്ടെ, എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളൊക്കെ മാതാപിതാക്കൾക്ക് ചെയ്യുക. കാരണം ചില ആളുകളുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. അവർ ദുനിയാവിലുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി ഓടുന്നവരായിരിക്കും. പക്ഷേ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട ഒരു നന്മ ചെയ്യാൻ അവർ അവസരമില്ല. അതിനുവേണ്ടി ഒരു സമയം അവൻ കണ്ടെത്തുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ വേണ്ടി ഒരു കാര്യം അവന്റെ ഭാഗത്തു നിന്നും എത്തുന്നില്ല. അതിൽ ചിലർ തങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കളെക്കാൾ സ്ഥാനം നൽകുന്ന ചിലരെ കാണാൻ സാധിക്കും. ഭാര്യയും മക്കളെയും അവർ ഇഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ മാതാപിതാക്കൾ അതിന്റെ പേരിൽ സ്നേഹിക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവരോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കാത്ത ആളുകൾ ഉണ്ടാകും. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യമായി മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളുടെ കടമകളിൽപ്പെട്ടത് ബദ്ലുൽ മഅറൂഫ്, അവരുടെ ഏറ്റവും നല്ല നന്മ അത് സഹോദരങ്ങൾ നമ്മൾ ചെയ്യുക. എന്തെല്ലാം നന്മകൾ ദുനിയാവിലുണ്ടോ സാധിക്കുന്ന അത്ര, അത് സാമ്പത്തികമായിട്ടാകട്ടെ, അതല്ല നമുക്ക് ശാരീരികമായി ചെയ്തു കൊടുക്കേണ്ട, നമ്മളെ തടി അതുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യമാകട്ടെ, സഹോദരങ്ങളെ കൃത്യമായി നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ ഈ ആയത്തിൽ തന്നെ വിശദീകരിക്കുന്നത് സഹോദരങ്ങളെ, അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബർ, വളരെ പ്രായാധിക്യമായ അവസ്ഥയിൽ, വയസ്സായ അവസ്ഥയിൽ അവർ നിന്റെ അടുക്കലേക്ക് എത്തുന്നു. അഹദുഹുമാ കിലാഹുമാ, അവർ രണ്ടുപേരുമുണ്ട്, അല്ലെങ്കിൽ അതിൽ ഒരാളെ ഉള്ളൂ,
നീ ഹയാത്തിലുള്ള സമയത്ത് അവരും വയസ്സായിരിക്കുകയാണ്. ആ സമയത്ത് നീ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല കിബറിന്റെ സമയത്തിൽ, വാർദ്ധക്യത്തിന്റെ സമയത്തിൽ അത് പറഞ്ഞത് അവിടെ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ടാകും. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ അവരോട് ഉഫ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. ഉഫ് എന്ന അറബി ഭാഷയിൽ സഹോദരങ്ങൾ, ആ വാക്കിനർത്ഥം അറബിയിൽ നീരസം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നിസ്സാരമായ വാക്ക് എന്നാണ്. മലയാളത്തിൽ നമ്മൾ ചേ എന്നൊക്കെ പറയും, അങ്ങനെ പ്രത്യേക അർത്ഥം അതിനില്ല. നമുക്കൊരു നീരസം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നിസ്സാരമായ വാക്ക് എന്താണ്? അത് തന്നെയാണ് ഉഫ് എന്ന് പറയുന്നത്. അങ്ങനെ നിസ്സാരമായ ഒരു നീരസ പ്രകടനം മാതാപിതാക്കളോട് നീ ചെയ്യാൻ പാടില്ല. വലാ തൻഹർഹുമ, അതുപോലെ കയർത്ത് സംസാരിക്കുന്ന അത്രയും ഗൗരവപരമായ വാക്കുകൾ നിന്റെ വായിൽ നിന്നും ഒരിക്കലും അവരോട് പാടില്ല. മറിച്ച് വഖുൽ ലഹുമാ ഖൗലൻ കരീമ, ഏറ്റവും നല്ല കരീമായ, ഏറ്റവും നല്ല മാന്യമായ സംസാരമായിരിക്കണം സഹോദരങ്ങളെ അവരോട് ഉണ്ടാകേണ്ടത്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഒരു ചെറുതോ വലുതോ ആയ ഒരു ഉപദ്രവവും നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെയധികം നിർബന്ധമുള്ള കാര്യമാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വൻപാപങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ടു. സുഇല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ കബായിർ, വൻപാപങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചു. അവിടെ ആദ്യമായി പറഞ്ഞത് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമത് പറഞ്ഞത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മുടെ വാക്കുകൊണ്ട് അവർക്ക് നൊന്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നോട്ടം കൊണ്ട് നൊന്തിട്ടുണ്ടെങ്കിൽ, പ്രയാസപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, വിശദീകരിച്ചത് കാണാൻ സാധിക്കും. നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി അവരുടെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ അതിന് ദേഷ്യം പിടിച്ചുകൊണ്ട് നീ അവരോടൊന്ന് കണ്ണു തുറച്ചു നോക്കുക എന്നുള്ളത് പോലും നീ അവരോട് അനുസരണക്കേട് കാണിച്ചിരിക്കും എന്നുള്ളതാണ്. നീ അവരോടൊന്നും പറയേണ്ടതില്ല, എന്ന് പറയേണ്ടതില്ല. നീ ഒന്ന് കണ്ണു തുറച്ചു നോക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദേഷ്യം പിടിച്ചാൽ അവൻ ആദ്യം ചെയ്യുന്നത്, ആരാണ് അവനെ ദേഷ്യം പിടിപ്പിച്ചത്, അവരൊന്ന് തുറച്ചു നോക്കുക എന്നുള്ളതാണ്. അത് നിന്റെ മാതാവിന് നേരെ നീട്ടിയാൽ അത് വളരെയധികം സഹോദരങ്ങളെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് പറയപ്പെടുമ്പോൾ, എന്ന് മനസ്സിലാക്കുമ്പോൾ എന്തായിരിക്കും അതിനപ്പുറത്തേക്ക് അവർ ഉപദ്രവിക്കുന്ന, സംസാരം കൊണ്ട് വേദനിപ്പിക്കുന്ന ആളുകളുടെ അവസ്ഥ, സംസാരം കൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന, അവരെ ചീത്ത തന്നെ പറയുന്ന ആളുകളുടെ അവസ്ഥ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ചിലർ ചോദിച്ചേക്കാം, ആരാണ് മാതാപിതാക്കളെ ചീത്ത വിളിക്കുക എന്നുള്ളത്? സ്വഹാബത്തും അത് ചോദിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ മിനൽ കബാഇരി ശത്മുർ റജുലി വാലിദൈഹി, വൻപാപത്തിൽപ്പെട്ടതാണ് ഒരാൾ തന്റെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ യശ്തുമുർ റജുലു വാലിദൈഹി, അല്ലാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അയാൾ മാതാപിതാക്കളെ ചീത്ത പറയുമോ എന്നുള്ളതാണ്. അത് ചോദിച്ചു. സഹാബികളുടെ കാലത്ത് ചിലപ്പോൾ അങ്ങനെ പരിചയം ഉണ്ടാവുകയില്ല. ഇന്നാൽ ഖേദകരമാണ്. ഇന്നുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇത് ചോദിക്കുക പോലുമില്ല. കാരണം മാതാപിതാക്കളെ ചീത്ത പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹാബികളുടെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ചോദിച്ചു, ആരെങ്കിലുമൊക്കെ തന്റെ മാതാപിതാക്കളെ ചീത്ത പറയുമോ റസൂല്? റസൂൽ പറഞ്ഞു, നഅം, ചീത്ത പറയും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? യസുബ്ബു അബർ റജുൽ ഫയസുബ്ബു അബാഹു, നീ മറ്റൊരുത്തന്റെ ഉപ്പയെ ചീത്ത വിളിക്കും. മറ്റൊരുത്തന്റെ ഉപ്പയെ നീ ചീത്ത വിളിക്കും. എന്തെങ്കിലുമൊക്കെ പേര് കൂട്ടി അവനെ ചീത്ത വിളിക്കും. ഏതെങ്കിലുമൊക്കെ മൃഗത്തിലേക്ക് ചേർത്തിട്ട് അവനെ ചീത്ത വിളിക്കും. ഉപ്പയാണ് ചീത്ത വിളിക്കുന്നത് എന്ന് വെഡ്ഡി അറിയുന്നില്ല. ഉപ്പയാണ് ചീത്ത വിളിക്കുന്നത്. അങ്ങനെയോ ഫയസുബ്ബു അബാഹു, അവൻ തിരിച്ചു ഇവനെയും വിളിക്കും. അത് നീയാണ് അതിന് കാരണക്കാരനായത് എന്നാണ്. നിന്റെ ഉപ്പയെ ചീത്ത വിളിപ്പിക്കാൻ കാരണക്കാരനായത് നീയാണ് തുടങ്ങി വെച്ചത് അവനെ ചീത്ത വിളിച്ചുകൊണ്ട്. അതുപോലെ വയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മ, നീ അവന്റെ ഉമ്മക്ക് ചീത്ത വിളിക്കും. അവന്റെ ഉമ്മക്ക് ചീത്ത വിളിക്കും, അവൻ തിരിച്ച് നിന്റെ ഉമ്മയെ ചീത്ത വിളിക്കും. സഹോദരങ്ങൾ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നമ്മുടെ മാതാപിതാക്കളെ ചീത്ത വിളിച്ചു എന്നാണ് നമ്മൾ മറ്റൊരാളുടെ മാതാപിതാക്കളെ ചീത്ത വിളിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിട്ടുള്ളത്. കാരണം ഫലത്തിൽ അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങൾ, ഇദ്ഖാലു സുറൂർ എന്നാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ വാക്ക് പറയുക. നമ്മുടെ വാക്കുകൾ മാന്യമായാൽ അവരുടെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടാകും. വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് അവരെ കാണുന്ന സമയത്ത് അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അവർക്ക് ആഫിയത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക, അവരുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ചിരിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അതിനവരുടെ കൂടെ സഹവസിക്കേണ്ടതുണ്ട്. അവരുടെ അടുക്കൽ പോകുമ്പോൾ സഹോദരങ്ങളെ നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറേണ്ടതുണ്ട്. ആ രൂപത്തിൽ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിൽപ്പെട്ടതാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഒരു
മാതാവിന്റെ പിതാവിന്റെ അവരുടെ കൂട്ടുകാരെ നമ്മൾ സന്ദർശിക്കുക എന്നുള്ളത് മാതാപിതാക്കൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. അവരോടുള്ള ബാധ്യതയിൽപ്പെട്ട കാര്യമായിട്ട് അത് പഠിപ്പിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ തന്റെ ഉമ്മയുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരോട് നല്ല ബന്ധം പുലർത്തുക എന്നുള്ളത് അത് അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അങ്ങനെ എന്തെല്ലാം ദുനിയാവിൽ അവരെ സന്തോഷിപ്പിക്കാനുള്ള വകുപ്പുകളുണ്ടോ സഹോദരങ്ങളെ, ആ രൂപത്തിൽ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമതായി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറക് നീ അവർക്ക് രണ്ടുപേർക്കും താഴ്ത്തി കൊടുക്കുക എന്നുള്ളതാണ്. വളരെയധികം കാരുണ്യത്തോടുകൂടി വിനയത്തോടുകൂടി മാതാപിതാക്കളുടെ അടുക്കലേക്ക് പെരുമാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞല്ലോ, വലം യകുൻ ജബ്ബാറൻ അസിയ, അദ്ദേഹം മാതാപിതാക്കളെ ധിക്കരിക്കുന്നവനോ അവരോട് അഹങ്കാരം കാണിക്കുന്നവനോ അല്ല, കിബിർ കാണിക്കുന്നവനല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുക. വളരെയധികം വിനയത്തോടുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. വളരെ പരുഷ സ്വഭാവിയായ ഒരു യജമാനനോട് അടിമ അങ്ങേയറ്റം വിനയത്തോടുകൂടി താഴ്മയോട് എങ്ങനെയായിരിക്കും പെരുമാറുക? ഒരു ചീത്ത കേൾക്കാതിരിക്കാൻ, ഒരു ആക്ഷേപം കേൾക്കാതിരിക്കാൻ എങ്ങനെയായിരിക്കും പെരുമാറുക? അതുപോലെ പെരുമാറേണ്ടതുണ്ട്. അല്ലെ, ആളുകൾ ഇന്നത് പെരുമാറാറുണ്ട്. എവിടെയാണ്? അത് ഓഫീസിൽ പോയാൽ അവരുടെ ബോസുമാരോട്, മുദീർമാരോട്, മുതലാളിമാരോടൊക്കെ അവർക്ക് ആ രൂപത്തിൽ പെരുമാറും. ഒരു ഫയല് അയാളുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാന്യമായി പെരുമാറുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കും. എന്നാൽ മാതാപിതാക്കളുടെ മുന്നിൽ ആ ഒരു മര്യാദയില്ല. അവരോട് പെരുമാറുമ്പോൾ മര്യാദയില്ല. നിന്റെ മാതാവ് നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത്, ഒരു കാര്യം വാങ്ങിത്തരാൻ വേണ്ടി പറയുന്ന സമയത്ത് ഒരുപാട് ഒഴികഴിവുകളാണ്. അവരോട് വളരെ പരുഷമായി പറയുകയാണ്, നിനക്ക് നേരത്തെ പറഞ്ഞുകൂടെ, അപ്പോഴേ പറഞ്ഞുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ? ഈ രൂപത്തിൽ വളരെയധികം മോശമായി സഹോദരങ്ങളെ പെരുമാറുന്ന ആളുകളുണ്ട്. അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. സഹോദരങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വിനയത്തോടു കൂടിയാണ്. നമ്മൾ ഏറ്റവും വലിയ വിനയം ഭൂമിയിൽ ഒരു മനുഷ്യനോട് കാണിക്കാനുണ്ട് എങ്കിൽ നമ്മൾ മാതാപിതാക്കളോടാണ് നമ്മൾ എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ് ഈ നാലാമത്തെ കാര്യം, അത്തവാദു ലഹുമ. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു തആല പറയുന്നു, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. വഖുർ റബ്ബിർഹംഹുമാ, നിങ്ങൾ റബ്ബിനോട് അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത്? ഇർഹം, കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കമാ റബ്ബയാനി സഗീറ, അവർ രണ്ടുപേരും നിന്നെ ചെറുതിൽ പോറ്റി വളർത്തിയതുപോലെ. വളരെയധികം കാരുണ്യം കാണിച്ചിട്ടാണ് മാതാപിതാക്കൾ നിന്നെ ചെറുതിൽ പോറ്റിയിട്ടുള്ളത്. ഈ അനുസരണക്കേട് കാണിക്കുന്ന വിഡ്ഢിയായ മനുഷ്യൻ, നന്ദികെട്ട മനുഷ്യൻ എപ്പോഴെങ്കിലൊക്കെ അത് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അത് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇവൻ ഓരോരുത്തരും അവന്റെ അഹങ്കാരം കണ്ടാൽ ഇവൻ നേരെ ഈ വലിപ്പത്തിലേക്ക് ഒറ്റയടിക്ക് വന്നതാണെന്ന് തോന്നിപ്പോകും. തന്റെ മാതാവാണ് അവനെ വളരെ കൃത്യമായി മുലയൂട്ടി, അവനെ കൃത്യമായി വേണ്ട രൂപത്തിലുള്ള ഒരു ഉറുമ്പ് പോലും കഴിച്ചാൽ തടുക്കാൻ പറ്റാത്ത മക്കളെ ആ രൂപത്തിൽ സഹോദരങ്ങളെ മാതാപിതാക്കളാണ് പോറ്റി വളർത്തിയിട്ടുള്ളത്. പക്ഷെ ഇവൻ വിസ്മരിച്ചു പോവുകയാണ്. ഇവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം മാതാപിതാക്കൾ പറയുമ്പോഴേക്ക്, ഇവന് തൃപ്തിപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം മാതാപിതാക്കൾ പറയുമ്പോഴേക്കും അവരോട് കയർത്ത് സംസാരിക്കുന്ന, അവരെ ഉപദ്രവിക്കാൻ പോലും അതിനുപോലും മടിയില്ലാത്ത ജനത സഹോദരങ്ങളെ ഒന്നുണ്ടായിരിക്കുന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഖിയാമത്ത് നാളിൽ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് അൻ തലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക എന്നുള്ളത്, അഥവാ മാതാപിതാക്കൾ അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ ഉണ്ടാകുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അടയാളമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി നന്നായി ദുആ ചെയ്യുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലാഹു തആല പ്രാർത്ഥനയുടെ വാചകം കൂടി ഖുർആനിൽ ഉൾപ്പെടുത്തി തന്നിട്ട് അത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എത്ര വലിയ വീഴ്ച വരുത്തുന്നവരാണ് സഹോദരങ്ങൾ. അത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്തും അവർ മരണപ്പെട്ടു പോയാലും പ്രാർത്ഥിക്കേണ്ടതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, നിന്റെ ഏതൊരു നിസ്കാരത്തിലും, നിനക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏതൊരു സാഹചര്യത്തിലും നീ മറന്നുപോകാതെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നിന്റെ സുജൂദുകളിൽ, അതുപോലെ നീ തശഹുദിൽ നിന്നും അവസാനം സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് നീ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽപ്പെട്ടതാണ് നിന്റെ മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ളത് സഹോദരങ്ങളെ നമ്മളെപ്പോഴും പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണമെന്നുള്ളത് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ നാളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, യാ റബ്ബി അന്നാ ലിഹാദി, എങ്ങനെയാണ് ഞാൻ ഈ വലിയ സ്വർഗത്തിലെ സ്ഥാനം കിട്ടിയത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്നത്, ബിസ്തിഗ്ഫാരി വലദക്, ബിസ്തിഗ്ഫാരി വലദക് ലക്, നിന്റെ മോൻ
നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയിരുന്നു എന്നാണ്. ഒരാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയപ്പോൾ അവരുടെ സ്ഥാനം ഉയർന്നെത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കളോട് ചിലപ്പോൾ വിവരമില്ലാത്ത കാരണത്താൽ അല്ലെങ്കിൽ അറിയാത്ത കാരണത്താൽ, അവിവേകം കാരണത്താൽ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് പുണ്യത്തോടുകൂടി പെരുമാറാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ മുസ്ലിമായി മരണപ്പെട്ട നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ധാരാളമായി ഇസ്തിഗ്ഫാർ തേടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഹദീസിൽ കാണാമല്ലോ, ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലു, ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ അവന്റെ അമലുകളൊക്കെ നിലച്ചു. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ അവന് അപ്പോഴും ഖബറിലേക്ക് എത്തുന്നതാണ്. ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, അവൻ ഏതെങ്കിലുമൊക്കെ ജാരിയായ സദഖകൾ, വഖഫുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഭൂമിയിൽ അവൻ സദഖയായി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അവൻ അറിവ് പഠിച്ച് അത് ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൻ ഉപകരിക്കുന്നതാണ്. ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, സാലിഹായ ഒരു സന്താനം അത് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് കിട്ടും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്ന കാലത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, മരണപ്പെട്ടാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മൾ മരണം വരിക്കുന്നതുവരെയും നമ്മൾ പ്രാർത്ഥന നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ചെയ്താലും അവർ നമുക്ക് ചെയ്തു തന്ന, നമ്മൾ ചെറുതിൽ പോറ്റി വളർത്തിയ കാര്യത്തിനൊന്നും പകരമാകുകയില്ല എന്നാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ ഖുറാസാനിൽ നിന്നും മക്കയിലേക്ക് തന്റെ മാതാവിനെ പുറത്ത് ചുമന്നുകൊണ്ട്, നടക്കാൻ പറ്റാത്ത തന്റെ മാതാവിനെ പുറത്ത് ചുമന്നുകൊണ്ട് അയാൾ ഹജ്ജിന് വേണ്ടി കൊണ്ടുവരികയാണ്. ഹജ്ജിന് കൊണ്ടുവന്നു. അയാൾ തവാഫ് ചെയ്യിപ്പിച്ചു, ഉമ്മയെ സഈ ചെയ്യിപ്പിച്ചു. അയാൾ അറഫയിൽ കൊണ്ടുപോയി, അതുപോലെ മുസ്ദലിഫയിൽ കൊണ്ടുപോയി, ജംറയിൽ പോയി കല്ലെറിയിപ്പിച്ചു. അങ്ങനെ ഹജ്ജിന്റെ മുഴുവൻ കർമ്മങ്ങളും തന്റെ മാതാവിനെ ചുമലിൽ എടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ നിർവഹിക്കുകയാണ്. എന്നിട്ട് മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയോട് അദ്ദേഹം ചോദിച്ചു, ഞാൻ ഇപ്പോഴെങ്കിലും എൻ്റെ മാതാവിനോടുള്ള ഹക്ക് അത് കൃത്യമായി പാലിച്ചോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇല്ല മോനെ, നീ അത് പാലിച്ചിട്ടില്ല. നിന്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ ഉണ്ടായ ഒരുപാട് വേദനകളുണ്ട്, അതിലൊരു വേദനക്ക് പകരം പോലും നീ ഇത്രയും ചെയ്തതായിട്ടില്ല എന്നാണ് ഇത്രയും കഷ്ടപ്പെട്ട ഉമ്മയെ കൊണ്ട് മരുഭൂമികൾ താണ്ടിക്കടന്ന മനുഷ്യനോട് മഹാനായ സ്വഹാബി പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്താലും, നമ്മുടെ സ്വത്ത് മുഴുവൻ വാരിക്കൊടുത്താലും, അവർക്ക് വേണ്ട നന്മകളെല്ലാം ചെയ്താലും നമുക്ക് അവർ ചെറുതിൽ ചെയ്തു തന്ന ഒന്നിനും പകരമാകുകയില്ല എന്ന കാര്യത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാനൊക്കെ ഒരുപാട് മാതാപിതാക്കൾ നോക്കിയവനാണ്, ചെയ്തവനാണ് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ വഞ്ചിതരാകരുത്. മറിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടേയിരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാതാപിതാക്കളോട് അങ്ങേയറ്റം പുണ്യത്തോടുകൂടി അനുസരണയോടുകൂടി വർത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.